Hello everyone, welcome back to a new video. Today in this video we'll be discussing the novel The Grip of Change by P. Shivagami. So before that, let's look into a short note on Dalit literature. Dalit literature is mainly focused on transformation, revolutionary transformation and protest literature because it is marked by revolt and negativism. It is closely associated with the hopes for freedom of the Dalits, who were classified as untouchables and are victims of social, economic, and cultural inequality. Since the caste system have termed them or labeled them as a lower caste and untouchables, they have faced inhuman treatments, and this is precisely what we can see in the works of Dalit writers as well. So they want to remove untouchability and establish equality, and this is what mainly Dalit literature is about. Now first we'll be talking about the author. P. Shivagami is one of the earliest Tamil Dalit writers who drew attention to the dual oppression of Dalit women on account of gender and caste at the hands of the upper caste men and Dalit men. She was initially an IAS officer. She gave up her job to become a full-time writer. She is a self-translator as well. And the novel The Grip of Change, written by her, was first published in Tamil as Pazhaiyana Kazhithalum in 1989 and later translated to English by the author herself. Shivagami's novels portray the rustic story of women who suffer at the hands of men who strongly believe in and stand for patriarchy. The conflict and struggles are between tenacious women and tyrannical men in the contemporary society. So, ഈ ഒരു നോവലിൽ കൂടുതലും ദളിറ്റ്സിൻ്റെ സഫറിങ് തന്നെയാണ് പറയുന്നത്. പെർട്ടിക്കുലർലി ദളിത് വിമൻ്റെ സഫറിങ് ആണ് കൂടുതലും പറയുന്നത്. കാരണം അവർ ഡബ്ലി മാർജിനലൈസ്ഡ് ആണ്. അവരുടെ കാസ്റ്റ് കാരണവും അവരുടെ ജെൻഡർ കാരണവും അവർ മാർജിനലൈസ്ഡ് ആണെന്ന് മാത്രമല്ല, അപ്പർ കാസ്റ്റ് അതുപോലെ തന്നെ ദളിത് കാസ്റ്റിൽ തന്നെ ദളിത് കമ്മ്യൂണിറ്റിയിൽ തന്നെ അവർ അത്രയും മാത്രം ഒരു മാർജിനലൈസേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഗ്രിപ്പ് ഓഫ് ചേഞ്ചിൽ നമ്മൾ കൂടുതലും കാണുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് കത്തമുത്തു, അതുപോലെ തങ്കം, ഗൗരി, അതുപോലെ ഒരുപാടധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാം തന്നെ കാസ്റ്റ് ബയസ് എന്നുള്ളൊരു ഒരു ഈവിലിൻ്റെ ഒരു പിടിയിലാണ്. അതെങ്ങനെയാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് കൂടുതലും പറയുന്നത്. അപ്പോൾ കഥ പോകുന്നത് തങ്കം എന്നുള്ളൊരു ക്യാരക്ടറുണ്ട്. തങ്കത്തിൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോകുന്ന സമയത്ത് തങ്കത്തെ അവരുടെ ബ്രദേഴ്സ് ഇൻ ലോ ഒരുപാടധികം കഷ്ടപ്പെടുത്തുന്നുണ്ട്. കാരണം ഒരു വിധവയായി, അതുപോലെ തന്നെ കുട്ടികളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹസ്ബൻഡിൻ്റെ ഭൂമിയിൽ തങ്കത്തിനിപ്പോൾ അവകാശമില്ല. അതുകൊണ്ട് തങ്കത്തെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് വരെ ആക്കാൻ ഈ ഒരു ബ്രദേഴ്സ് ഇൻ ലോ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം തങ്കം വീട് വിട്ട് ഇറങ്ങുകയും ഒരു അപ്പർ കാസ്റ്റ് ആയിട്ടുള്ളൊരു ജന്മിയുടെ കീഴിൽ ജോലി നോക്കുന്നുണ്ട്. ആൻഡ് ഹിസ് നെയിം ഈസ് പരഞ്ജ്യോതി ഉദയാർ. പരഞ്ജ്യോതി ഉദയാറിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. ലേബററായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അയാൾ തങ്കത്തെ റേപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് തങ്കം അവരുടെ ദളിത് കമ്മ്യൂണിറ്റിയിലെ ലീഡറായിട്ടുള്ള കത്തമുത്തു, പറയ കാസ്റ്റാണ് ഇവർ, അഗ്രികൾച്ചറൽ ലേബറേഴ്സാണ്. അപ്പോൾ കത്തമുത്തു ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ലീഡറാണ്. ലീഡറിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്. കത്തമുത്തു ആക്ച്വലി തങ്കത്തോട് ഈ ഒരു കാര്യം പുറത്ത് പറയാനും ആക്ഷൻ എടുക്കാനും പ്രേരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ തങ്കം ഒരു കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. ഇതൊരു സെക്ഷലായിട്ടൊരു ആക്റ്റാണ്. അങ്ങനത്തെ രീതിയിലുള്ളൊരു കേസാണെങ്കിലും കത്തമുത്തു ഇതിൻ്റെ അകത്ത് കാസ്റ്റും കൂടി ഇട്ട് ഇതൊരു കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആക്കി മാറ്റുന്നുണ്ട്. അതായത് ഒരു അപ്പർ കാസ്റ്റ് മാൻ ഒരു ലോവർ കാസ്റ്റ് വുമനെ റേപ്പ് ചെയ്തു എന്നുള്ള രീതിയിലാക്കി മാറ്റുന്നുണ്ട്. അതിനുശേഷം ഇവർ തമ്മിൽ ഈ ഒരു രണ്ട് കാസ്റ്റ് തമ്മിൽ ഒരു നല്ലൊരു രീതിയിലൊരു കോൺഫ്ലിക്റ്റ് ഇവിടെ നടക്കുകയാണ്. പല രീതിയിലുള്ള ഇൻസിഡൻസ് നടക്കുന്നുണ്ട്. അതായത് ഇവർ ബോയ്ക്കോട്ട് ചെയ്യുന്നുണ്ട് ഇവരുടെ സർവീസസ്. അതുപോലെ തന്നെ ദളിത് സെറ്റിൽമെൻറ്റ്സിൽ ഇവർ തീയിടുന്നുണ്ട്. ആ സമയം ഉടയാറിൻ്റെ ഭാര്യയും അതുപോലെ ബ്രദേഴ്സ് ഇൻ ലോയും കൂടി വന്ന് തങ്കത്തെ അബ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇവർ പറയുന്നത്
തങ്കം അവിടെ പോയി സെഡ്യൂസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ തങ്കത്തെ അവളുടെ കമ്മ്യൂണിറ്റി പോലും തള്ളി പറയാണ്. കാരണം തങ്കത്തിൻ്റെ സ്വന്തം സിസ്റ്റർ ഇൻ ലോ പോലും പറയുന്നത് നീ അവിടെ പോയി അയാളെ സെഡ്യൂസ് ചെയ്തു, ടെംപ്റ്റ് ചെയ്തു, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള രീതിയിൽ. ഈ ഒരു ഇൻസിഡൻറ്റിൽ ശരിക്കും വിക്ടിം തങ്കമാണെങ്കിലും അവിടെ തന്നെ ആ ഒരു കുറ്റം അടിച്ചേൽപ്പിക്കുന്നതും തങ്കത്തിൻ്റെ പുറത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മാർജിനലൈസേഷൻ ഉണ്ടാവുന്നു എന്നുള്ളത് ഓൺ ദ ബേസിസ് ഓഫ് ബോത്ത് കാസ്റ്റ് ആൻഡ് ജെൻഡർ. മാത്രമല്ല ഇവിടെ ഉടയാർ പറയുന്ന വേറൊരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, ഞാൻ നിന്നെ തൊട്ട് തന്നെ അത്രമാത്രം പുണ്യമായിട്ട് കരുതണം, കാരണം ഇവരൊരു പറയാ കാസ്റ്റാണ്, കൺസിഡറബിളി ലോ കാസ്റ്റാണ്, അൺടച്ചബിൾസ് ആണ്. അപ്പോൾ തൊട്ടുകൂടായ്മ എന്നുള്ളൊരു കാര്യം അവിടെ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. ഇങ്ങനത്തെ ലോവർ കാസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഗ്രൂപ്പിനെ തൊടുക പോലും ചെയ്യുന്നത് ഒരു പാവമായിട്ട് കണക്കാക്കുകയാണ്. പക്ഷെ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രം ഈ ഒരു തൊട്ടുകൂടായ്മ അവിടെ അപ്പർ കാസ്റ്റ് പെടുന്ന ആൾക്കാർ അത് കാണാറില്ല. അതാണ് ഐറണി. അപ്പോൾ ഉടയാർ പറയാണ്, ഞാൻ നിന്നെ റേപ്പ് ചെയ്താൽ പോലും അതൊരു ഭാഗ്യമായിട്ട് നീ കാണണം, കാരണം നീ ഒരു തൊട്ടുകൂടായ്മ ആ ഒരു കാറ്റഗറിയിൽ അൺടച്ചബിൾ എന്ന കാറ്റഗറി പെടുന്നതാണ്. അപ്പോൾ നിന്നെ ഞാൻ തൊട്ടു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണെന്നുള്ള രീതിയിൽ അയാളത് ജസ്റ്റിഫൈ ചെയ്യാണ്. എഗെയിൻ ഈ ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം ഉടയാർ ഒരു കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ കോമ്പൻസേഷനിൽ നിന്ന് ഭൂരിഭാഗം പൈസയും ഏറ്റെടുക്കുന്ന കത്തുമുത്തുവാണ് സ്വന്തം ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കത്തുമുത്തു അത്ര ഒരു ഐഡിയൽ ആയിട്ടൊരു ലീഡർ അല്ല, ഒരു പവർ ഹംഗ്രി ആയിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല വീണ്ടും തങ്കത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് കത്തുമുത്തുവാണ് നമുക്ക് കാണാൻ പറ്റും. ഓരോ ആവശ്യത്തിന് വേണ്ടി പൈസ വാങ്ങിക്കുന്നതെന്ന് മാത്രമല്ല, കത്തുമുത്തു വരെ അവസാനം തങ്കത്തെ റേപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സ്വന്തം വീട്ടിലേക്ക് ഒരു മിസ്ട്രസ്, ഒരു കെപ്റ്റ് വുമൺ എന്ന രീതിയിൽ തങ്കത്തെ കൊണ്ടുവരികയാണ്. കത്തുമുത്തുവിൻ്റെ വീട്ടിൽ ഓൾറെഡി 2 ഭാര്യമാരുണ്ട്. പോളിഗമി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത്. അപ്പോൾ കത്തുമുത്തുവിൻ്റെ 2 ഭാര്യമാരെന്ന് പറയുന്നത് I forgot their names. I think there is Nagamani and one more person. I will look into it and will share the details in the description. Okay, characters ആരൊക്കെയാണെന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറയാം. സോ കത്തുമുത്തുവിന് ഓൾറെഡി 2 ഭാര്യമാരുണ്ട്. അപ്പം മൂന്നാമതൊരു ഇതായിട്ട് തങ്കത്തെ കൂടി കൂട്ടുന്നുണ്ട്. ആൻഡ് ദെൻ കത്തുമുത്തുവിൻ്റെ 2 മക്കളാണ് ശേഖറും ഗൗരിയും. അപ്പോൾ ഇതിൽ ഗൗരിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മെയിൻലി 2 പാർട്ടായിട്ടാണ് ഈ ഒരു ബുക്ക് വരുന്നത്. സെക്കൻഡ് പാർട്ടിലാണ് കുറച്ചും കൂടി ഗൗരിയുടെ ഒരു പേഴ്സ്പെക്റ്റീവ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ ഗൗരി ഇതെല്ലാം തന്നെ കാണുന്നുണ്ട്. ഗൗരി കുറച്ചും കൂടി ഒരു ഹോപ്പ്ഫുൾ ഫിഗറായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം ഗൗരിക്ക് കുറച്ചും കൂടി എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. ആ സമയത്ത് സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നത് പോലും വലിയൊരു കാര്യമാണ്. അപ്പോൾ ഗൗരി കുറച്ചും കൂടി വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്, പുറത്ത് പോയി പഠിക്കുന്നുണ്ട്. ഒരുപാടധികം കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഗൗരിയും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഗൗരി ഒരുപാടധികം തുറന്ന് പറയുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അത് മറിഞ്ഞു നിന്ന് കേൾക്കാതെ അല്ലെങ്കിൽ അത് ഒളിച്ചു വെക്കാതെ തന്നെ ശക്തമായത് എതിർക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഗൗരി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലാസ്റ്റ് വരുന്നത് ലാസ്റ്റ് ഒരു മാറ്റങ്ങളുടെ കഥയാണ് പറയുന്നത്. കാരണം കത്തുമുത്തുവിൻ്റെ ഒരു പവർ കുറഞ്ഞു വരെയാണ്. ആ സമയം ചന്ദ്രൻ എന്നൊരു ക്യാരക്ടർ വരുന്നുണ്ട്. കുറച്ചും കൂടി ഒരു റെവല്യൂഷണറി ആയിട്ട്, കുറച്ചും കൂടി ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ടൊരു ലീഡറായിട്ടാണ് ചന്ദ്രൻ വരുന്നത്. അതുപോലെ തന്നെ ഗൗരിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് ഗൗരിയും വരുന്നുണ്ട്. അപ്പം മാറ്റത്തിൻ്റെ ഒരു തലമുറ എന്ന രീതിയിലാണ് ആ ഒരു നോവൽ തീരുന്നത്. ഇതിൽ വരുന്ന മെയിൻ തീംസ് എന്ന് പറയുന്നത് ഒന്ന് കാസ്റ്റ് ഡിസ്ക്രിമിനേഷനാണ്. എങ്ങനെയാണ് ഈ ഒരു ലോവർ കാസ്റ്റിനെ അൺടച്ചബിൾ എന്ന രീതിയിൽ ലേബിൾ ചെയ്യുകയും അവരെ പരമാവധി കഷ്ടപ്പെടുത്തുന്ന അത്രയും ഒരു രീതിയിൽ അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാർ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ തൊട്ടുകൂടായ്മ എന്നൊരു കാരണമുണ്ട്. പല രീതിയിലുള്ള നിയമങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഇവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. ആ നിയമങ്ങളൊന്നും പാലിച്ചില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ വേറെയാണ്. മാത്രമല്ല വേറൊരു കാര്യം, ദളിത് സ്ത്രീകളെ സംബന്ധിച്ച് അവരെങ്ങനെയാണ് ഡബ്ലി മാർജിനലൈസ്ഡ് ആവുന്നതെന്നും ഒരു റേപ്പ് കേസ് വരുന്ന സമയത്ത് പോലും
അവരുടെ കൂടെ ആരും നിൽക്കത്തില്ല, ഈവൻ അവരുടെ സ്വന്തം കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ പോലും അവരുടെ കൂടെ നിൽക്കുന്നില്ലെന്നും ഉയർന്ന ജാതിയിലുള്ളവർ അന്ന് ശരിക്കും എന്താണ് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടെന്നും ഒരു കോമ്പൻസേഷൻ കൊടുത്ത് ആ ഒരു കേസ് ഒതുക്കി തീർക്കുകയാണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല അത്രയും സംഭവങ്ങൾ സംഭവിച്ചിട്ട് പോലും അവിടെ അവർക്ക് സ്വാതന്ത്ര്യമില്ല. കാരണം തങ്കത്തിന് സ്വന്തമായിട്ടൊരു ഭൂമി കിട്ടുന്നില്ല, സ്വന്തമായിട്ടൊരു രീതിയിലുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്ന് മാത്രമല്ല കൂടെ നിന്ന ആൾക്കാർ വരെ അവളെ അബ്യൂസ് ചെയ്യാണ്, ഹരാസ് ചെയ്യാണ്. അവസാനം തങ്കം കത്തമുത്തുവിൻ്റെ ഫാമിലിയിൽ ഒരു ഭാഗമാവുകയാണ്. because she doesn't have a space to voice out her opinion, she doesn't have a space to be independent. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം കോൺട്രാസ്റ്റിംഗ് ആയിട്ടാണ് നമ്മുടെ ഗൗരിയും ചന്ദ്രനും ഒക്കെ വരുന്നത്. കാരണം ഗൗരിക്കും ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഗൗരി കൂടുതൽ പഠിക്കുന്നുണ്ട്. ഒരു വിദ്യാഭ്യാസം പെൺകുട്ടികൾക്ക് നിഷേധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഗൗരി പഠിച്ചു എന്ന് മാത്രമല്ല ഈ കാര്യങ്ങളെല്ലാം തന്നെ ഗൗരി എതിർക്കുന്നുണ്ട്. ആ ഒരു കത്തമുത്തുമായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, ആ ഒരു ഹേറ്റ്രഡ് ഉണ്ട്. അത് ഓട്ടോബയോഗ്രാഫിക്കൽ ആണെന്ന് പറയപ്പെടുന്നു. നമ്മുടെ ഓദറിനും സിമിലർ ആയിട്ടുള്ളൊരു സെക്ഷൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ അച്ഛനായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. സോ ഈ ഒരു നോവലും ഓട്ടോബയോഗ്രാഫിക്കൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ കത്തമുത്തുവിൻ്റെ ക്യാരക്ടർ എടുത്ത് നോക്കുകയാണെങ്കിലും കത്തമുത്തും ഉടയാറും തമ്മിൽ ശരിക്കും ഒരു വ്യത്യാസവും ഇല്ല. ഈ ഒരു സമൂഹം പറഞ്ഞ് ഏൽപ്പിക്കുന്ന കുറച്ച് പേരുകൾ ലോവർ കാസ്റ്റ്, ഹൈ കാസ്റ്റ് എന്നൊരു ലേബിൾസ് മാത്രമേ അവർ തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉള്ളൂ. അല്ലാത്ത പക്ഷം നോക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരും പവർ ഹംഗ്രി ആണെന്ന് മാത്രമല്ല അവർ രണ്ടുപേരും സ്ത്രീകളെ മിസ്ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഐറണിയാണ്. പിന്നെ പറയുന്നത് കത്തമുത്തുവിൻ്റെ ഒരു അധികാരം കുറയുന്ന സമയത്താണ് ചന്ദ്രൻ എന്ന ക്യാരക്ടർ വരുന്നത്. കുറച്ചും കൂടി ഐഡിയലിസ്റ്റിക് ആയിട്ട് ശരിക്കും കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആളായിട്ടാണ് ചന്ദ്രൻ വരുന്നത്. സോ ഹീ ഈസ് ആക്ച്വലി എ കോൺട്രാസ്റ്റിംഗ് ഫിഗർ ടു സംവൺ ലൈക്ക് കത്തമുത്തു. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള കുറച്ച് തീംസാണ് ഈ ഒരു നോവലിൽ കൂടുതലും വരുന്നത്. It also deals about the emancipation that the Dalits are hoping, the change that they want to happen. So the novel is an attempt to champion the cause of the novelist's own Brathan through her creative expression. She exposes various kinds of oppression on Dalits by the upper caste people. Men, women and children, irrespective of their age, were subjected to shame. They were externally made to live at the mercy of the upper caste. Shivagami describes how untouchability has been rampant in their village. She gives a clarion call for the upliftment of the Dalits. And the novel serves as an icebreaker and voices out the pain and suffering of Dalits. ഇപ്പോൾ ദളിത് ലിറ്ററേച്ചറിൻ്റെ ഭാഗം എങ്ങനെ ആകുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് എൻ്റെ ഉത്തരം. ദളിത് കമ്മ്യൂണിറ്റിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മാത്രമല്ല അവരുടെ കറക്റ്റായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് അവിടെ സംസാരിക്കുന്നത്. അവരെത്രമാത്രം മാർജിനലൈസേഷനാണ് ഫേസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എത്രമാത്രം ഒരു രീതിയിലുള്ള പണിഷ്മെൻറ്റ്സ് ആണ് അവർക്ക് കിട്ടുന്നത്. പെർട്ടിക്കുലർലി ദളിത് സ്ത്രീകളെ കുറിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ അവരെങ്ങനെയാണ് സ്വന്തം കമ്മ്യൂണിറ്റി പോലും അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നില്ല, അതുപോലെ തന്നെ അവരുടെ ആ ഒരു അവകാശങ്ങൾ അവർക്ക് കിട്ടുന്നില്ല. അവരെ കൂടുതലും എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്, എല്ലാ രീതിയിലും അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്. അഗെയിൻ മാറ്റങ്ങളുണ്ടെങ്കിൽ പോലും ഈ ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ ഇപ്പോഴും മാറുന്നില്ല. ഇപ്പോഴും ഈ ഒരു ഡിസ്ക്രിമിനേഷൻ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. കുറേയൊക്കെ ആ ഒരു വിശ്വാസങ്ങളുടെ പേരിൽ നമ്മളിപ്പോഴും പല ആൾക്കാരെയും ജഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാസ്റ്റ് സിസ്റ്റം പ്രിവിലൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ വരുന്ന ഈ ഡിസ്ക്രിമിനേഷനും പ്രിവിലൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഒരു മാറ്റം വേണമെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം വന്നത്, ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്താണ്, ഇതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ നമ്മൾ ചോദ്യം ചെയ്യുന്ന ഒരു സമയത്ത് മാത്രമേ ശരിക്കും ഒരു മാറ്റം വരത്തുള്ളൂ. അപ്പോൾ ആ ഒരു റിയാലിറ്റിയാണ് ഈ ഒരു വർക്കിലൂടെ നോവലിസ്റ്റ് പറയാനും ഉദ്ദേശിക്കുന്നത്. So that's a very brief idea about the grip of change. I hope it was useful. And if you have any more ideas that you want to share, you can do so in the comment section as well. And I'll see you in the next video. Till then, thank you for listening. Thank you.